ചില വീക്കെൻഡുകൾ വലിയ യാത്രകളോ ആഘോഷങ്ങളോ ഒന്നും കൂടാതെ നമ്മുടെ മനസ്സിൽ കുറേ നാൾ നിൽക്കുമല്ലേ. നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പോലെ. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമേ. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ഫ്രഷ് എയർ കിട്ടാൻ ഞങ്ങളൊരു ട്രെയിൽ വാക്കിന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. വീട്ടിലെ റുട്ടീൻ കുക്കിംഗ്, ക്ലീനിങ്, ഈ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് പുതിയൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയ പോലെ തോന്നും. ഇന്ന് സൂര്യപ്രകാശം കാണാൻ വളരെ ഭംഗിയായിരുന്നു. സൂര്യപ്രകാശം ഈ മരച്ചിലകൾക്കിടയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കാണുമ്പം ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും വളരെ മനോഹരമാണെന്ന് തോന്നിപ്പോകും. ഈ കുറ്റിക്കാട്ടിലെ ചെടിയൊക്കെ കാണുമ്പം നമ്മുടെ നാട്ടിലെ ചെടികളുടെയൊക്കെ ഓർമ്മ വരികയാണ് എനിക്ക്. നടന്നു പോകുന്ന വഴികളെല്ലാം കാണുവാൻ നല്ല ഭംഗിയുണ്ട്. കാറ്റിൽ ഇലകൾ ആടുന്നതും സൂര്യപ്രകാശം ഇലകൾക്കിടയിലൂടെ മിന്നിമറയുന്നതും ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമെന്ന് ഓർക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിത് കരുതുന്നു. പതുക്കെ മുൻപോട്ട് അങ്ങനെ നടന്നു വന്നപ്പം കടലിടുക്കിന് നല്ല മനോഹരമായൊരു കാഴ്ചയുണ്ടായിരുന്നു. വീണ്ടും അതാ സൂര്യപ്രകാശം, നല്ല ഭംഗിയുള്ള കാഴ്ചയും കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു കാഴ്ച കണ്ടു. വഴിയരികിൽ കുറേ കാട്ടുചെടികൾ, കാട്ടുപൂവുകൾ കാണാനായിട്ട് ഇടയായി. വലിയ ഗാർഡനൊന്നുമല്ല, ആരും നട്ടുപിടിപ്പിച്ചതുമല്ല. പ്രകൃതി സ്വന്തമായിട്ടുള്ള രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന കുറേ ചെടികളും കുറേ പൂവുകളും. കുറച്ച് മുൻപോട്ട് നടന്ന് നീങ്ങിയപ്പോൾ തവളേനെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. അതൊരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ മുൻപോട്ട് നടന്ന് നീങ്ങിയപ്പോൾ അതാ വലിയൊരു ഓഷ്യൻ വ്യൂ. ദൂരെ ഒരു ബോട്ട് പോകുന്നത് കണ്ടപ്പോൾ ആ കാഴ്ചയും കണ്ട് കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദ മൊമെൻറ്റ്. അങ്ങനെ തവളേനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ മുൻപോട്ട് വന്നപ്പോൾ മനോഹരമായിട്ടുള്ള പൂക്കൾ അതാ മുൻപിൽ. അങ്ങനെ മുൻപോട്ട് ഞങ്ങൾ നടന്നു തുടങ്ങി. ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയി എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഞാൻ വളരെയധികം പേടിച്ചു കേട്ടോ. എങ്കിലും വഴി പിന്നെ മനസ്സിലാക്കിയെടുത്ത് ഞങ്ങൾ അതിലൂടെ യാത്ര തുടർന്നു. വീണ്ടും സൂര്യപ്രകാശം, സൂര്യൻ്റെ മനോഹരമായിട്ടുള്ള കിരണങ്ങൾ, നല്ല ഭംഗിയല്ലേ ആ ഗോൾഡൻ ലൈറ്റ് മരച്ചില്ലകളുടെ ഇടയിലൂടെ ഇങ്ങനെ വരുന്നത്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഹാപ്പിനെസ് എന്നത് വലിയ കാര്യങ്ങളിലൊന്നുമല്ല. ഇങ്ങനെയൊരു കടൽ, ചെറിയൊരു ബോട്ട്, കുടുംബവും കൂടെ ഉണ്ടാകുന്നത്, നമുക്കിഷ്ടമുള്ളവരുമായിട്ടുള്ള ഒത്തുകൂടൽ, ഇതൊക്കെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ചുറ്റുവട്ടങ്ങളും കാര്യങ്ങളുമായി അങ്ങനെ മുമ്പോട്ട് നീങ്ങി. അങ്ങനെ വല്ലപ്പോഴും സന്തോഷമുണ്ടാകുമ്പോൾ ചേട്ടായിയുടെ വക സ്പെഷ്യൽ ബിരിയാണി, ഇപ്രാവശ്യം അതുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി തന്നെ ചേട്ടായിയുടെ സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ മനസ്സ് നിറഞ്ഞ സിമ്പിളായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം എങ്ങനെയായിരുന്നു കാണാം. അടുത്ത ദിവസം നമ്മൾ പോയത് ജെൻസേട്ടൻ്റെയും ജോളി ചേച്ചിയുടെയും വീട്ടിലേക്കാണ്. ചില വീടുകളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു വാം ഫീലിംഗ് ഉണ്ടാവുമല്ലേ. ഇവിടെ കുറച്ച് സമയം ഇരിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം, സംസാരിച്ചിരിക്കാം എന്നൊരു ഫീലിംഗ്. അങ്ങനെ ചേച്ചീനെയും പിള്ളേരെയും ഒക്കെ കണ്ടു, സംസാരിച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു, കുട്ടികളെല്ലാം കളിച്ചു. പലപ്പോഴും നമ്മുടെ ലൈഫിൽ എല്ലാവരോടും സംസാരിക്കാൻ സമയം കണ്ടെത്താതെ പോകും. അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന ചെറിയ മൊമെൻറ്റ്സ് എനിക്ക് വളരെ പ്രഷ്യസ് ആണ്, വളരെ വിലയേറിയതാണ്. ഇങ്ങനെയുള്ള സിമ്പിൾ ഫാമിലി ടൈമാണ് പിന്നീട് ഓർക്കുമ്പോൾ മനോഹരമായിട്ടുള്ള മെമ്മറീസ് ആയിട്ട് മാറുന്നത്. കുറച്ച് സമയം അങ്ങനെ എല്ലാവരോടും കൂടി ഇരുന്ന ശേഷം പിന്നെ ഒരു ചെറിയൊരു സ്വീറ്റ് പ്ലാൻ, അതാണ് നമ്മുടെ ഐസ്ക്രീം ടൈം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. ഏത് ഫ്ലേവേഴ്സാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനായിരുന്നു. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സായ ചോക്ലേറ്റ് ഫ്ലേവർ, മിൻറ്റ് ഫ്ലേവർ, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലേവറായിട്ടുള്ള ബനാന സ്പ്ലിറ്റ്, അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് തൊട്ടേ ബനാന സ്പ്ലിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് ബനാന സ്പ്ലിറ്റിൻ്റേത്. കാര്യം എല്ലാവരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് വാങ്ങിച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ്. വളരെ പ്ലസൻറ്റ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ. ഒരുപാട് ബഹളങ്ങളൊന്നുമില്ലാതെ പതുക്കെ ഐസ്ക്രീം കഴിച്ച് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹാപ്പി സ്പേസ്. പിന്നീട് ഞങ്ങളൊരു ചെറിയൊരു വാക്കിന് വേണ്ടി ഞങ്ങൾ പോയി. കൂടെ ഞങ്ങൾക്ക് കുറേ വൈൽഡ് റോസ് ഫ്ലവേഴ്സും കാണാനായിട്ട് പറ്റി. ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഓരോ കാഴ്ചയും.
അങ്ങനെ മൂന്നാമത്തെ ദിവസം ഹെയർ സലൂണിൻ്റെ ആയിരുന്നു മോളുടെ ലിറ്റിൽ സെൽഫ് കെയർ. അങ്ങനെ ഹെയർ ഡ്രസ്സർ കുറേ അഡ്വൈസുകൾ തന്നു. അവിടെ ഇരിക്കുന്ന ഓരോരോ പ്രോഡക്ട്സിനെ പറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു തരുമൊക്കെ ചെയ്യും. ഹെയർ കെയറിൽ സ്കാൽപ്പിൻ്റെ മസാജൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു ഷാമ്പു ആണ്, ഡീപ്പ് ക്ലീനിങ് ഷാമ്പു ആണ് ഇതെന്നൊക്കെ കാണിച്ചു തരികയും പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം കാത്തിരുന്ന് നമുക്ക് മുരിങ്ങയില കിട്ടി. അങ്ങനെ മുരിങ്ങയില കഴുകി അത് ഉതിർത്ത് ഇങ്ങനെ മാറ്റി വെച്ചു കറി വെക്കാനായിട്ട്. 24 മണിക്കൂർ പരാതികളില്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരാതികളില്ലാതെ 24 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞുകൂടാം എന്ന് ശ്രമിച്ച കുറച്ച് നിമിഷങ്ങളായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന നിമിഷങ്ങളെല്ലാം. ഇതുവരെ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി ആ വീഡിയോ കണ്ടു നോക്കണേ. നിങ്ങൾക്കും അതുപോലെ 24 മണിക്കൂർ അല്ലെങ്കിലും 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് കംപ്ലൈൻറ്റ് പറയാതെ നിങ്ങളുടെ തോട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ മറ്റേ വീഡിയോയിലോ പഴയ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന്, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് തോട്ട്സ് എന്താണെന്നൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ, വിലയേറിയ അനുഭവങ്ങൾ ഇതിൽ പങ്കുവെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ നമ്മുടെ മുരിങ്ങയില കൊണ്ടുള്ള ഒരു സൂപ്പ് റെഡിയായി. നമ്മുടെ ജീവിതം മനോഹരമാകാനായിട്ട് എപ്പോഴും വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കണമെന്നില്ല. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ചെറിയ നിമിഷങ്ങളെ ശ്രദ്ധിച്ച് എൻജോയ് ചെയ്താൽ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഡിയേഴ്സ്, എൻജോയ് ദ ലിറ്റിൽ മൊമെൻറ്റ്സ് ഓഫ് യുവർ ലൈഫ്. നമുക്ക് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കണ്ടുമുട്ടാം.